ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ബനാന ഫിംഗർ ഫ്രൈ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബനാന ഫിംഗർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് 3 പീസാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ അവിയലിനൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ നീളത്തിൽ കുറച്ച് കനം കൂട്ടി കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കട്ടിക്ക് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ ഒരു കപ്പ് മൈദ പകുതിയായിട്ട് ആദ്യം പകുതി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ളത് കൂടി ഇട്ട് നല്ല തിക്ക് ബാറ്ററാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വലിയൊരു ബൗളെടുത്ത് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലാക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈവച്ച് തന്നെ നല്ലോണം പൊടിച്ചെടുക്കാം. എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റുന്നു അതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലാക്സ് മാത്രമാണേലും പ്രശ്നമൊന്നുമില്ല. ഞാനിത് രണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബനാന ഈ ബാറ്ററിൽ മുക്കി കോൺഫ്ലാക്സിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോട്ട് ചെയ്ത് ഇതാ ചൂടായ എണ്ണയിൽ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാട്ടോ, എല്ലാവരും ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഭയങ്കര ഈസിയാണ് നമ്മൾക്കിത് റെഡിയാക്കി എടുക്കാൻ. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അകത്തുള്ള ബനാനയും പിന്നെ പുറം ഭാഗത്തൊക്കെയുള്ള നല്ല ക്രിസ്പിനെസ്സൊക്കെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കണ്ടില്ല, നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു ടിഷ്യൂ വെച്ച പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളത് കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭാഗമായിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ഫിംഗർ ഫ്രൈ ബനാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.